ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഫെഫ്ക കഴിഞ്ഞ ദിവസം പറഞ്ഞത് സമൂഹത്തിൽ നടക്കുന്ന എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം അല്ലെങ്കിൽ സിനിമ ഒരു തരത്തിലും സ്വാധീനം ചെലുത്തുന്നില്ല യുവാക്കളിൽ. ഇപ്പൊ നമുക്കറിയാം കുറേ സംഭവങ്ങളായി നമ്മുടെ മുന്നിലേക്ക്, അക്രമ സംഭവങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അങ്ങനെ പൂർണ്ണമായും കൈയൊഴിയാൻ കഴിയുമോ? ഇല്ല, എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നേരെ മറിച്ചാണ്. കാരണം ഇന്ന് വയലൻസ് കാണിക്കുന്നതാണ് ഹീറോയിസം എന്ന നിലയിലേക്ക് സിനിമ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ, യുവതികളെ എല്ലാവരെയും വല്ലാതെ സ്വാധീനിക്കും. ഇപ്പൊ തന്നെ നോക്കൂ, ഈ ഇടക്കാലത്ത് പല നല്ല സിനിമകളും ഇറങ്ങിയെങ്കിലും അങ്ങേയറ്റം വയലൻസ് ഉള്ള ഒരു പടത്തിന് ഈ സിനിമ കാണാൻ കയറുന്ന ജനങ്ങൾ എടുത്ത് ആഘോഷിക്കുകയാണ്. ആ നടൻ നടന്നു വരുമ്പോ എന്തൊരു കരഘോഷത്തോടു കൂടിയാണ് ആ നടനെ, ആ സിനിമയിൽ കഥയേക്കാൾ കൂടുതൽ അതിൽ വയലൻസ് ആണ് കാണിക്കുന്നത്. ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ മാനസികമായി വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആകാതെ അതിനെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ആസ്വദിക്കുന്നവന്റെ മനസ്സിനുള്ളിൽ അത്രയും വയലൻസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അത് അപകടമാണ്. അത് സൊസൈറ്റിക്ക് വളരെ അപകടമാണ്. പണ്ടൊക്കെ ഒരു സിനിമയിൽ ഒരു നായകനും ഒരു വില്ലനും ഉണ്ടായിരുന്നു. ശരി, നമ്മൾ പഴയ കാലം പോലെ അല്ല, കാലം മാറി, സിനിമ മാറി, പല രീതിയിലും കഥകളും പിന്നെ സാങ്കേതികവും സിനിമ എടുക്കുന്ന രീതി എല്ലാം മാറി. അതൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ ഈ വയലൻസ് കാണിക്കുന്ന ആള് തന്നെയാണ് ഹീറോ. ആ ആ വയലൻസ് അവർ പല ന്യായീകരണങ്ങൾക്ക് വേണ്ടി കാണിക്കുക. അത് അമിതമായ ഒരു വയലൻസിൽ കൂടിയാണ് തന്റെ ഹീറോയിസം കാണിക്കുന്നത്. അത് സമ്മതിച്ചു കൊടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. എനിക്കെന്തായാലും ഇതെങ്ങനെയാണ് ഞാൻ ആ പടത്തിന്റെ പേര് ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുന്നതാണ്. ആ സിനിമയൊക്കെ എങ്ങനെയാണ് സെൻസർ ചെയ്ത് പുറത്തേക്ക് വരുന്നതെന്ന് അത്ഭുതം തോന്നിയിരുന്നു. കാരണം ഞാനും ഏകദേശം 4-5 വർഷത്തോളം സെൻസർ ബോർഡിൽ ഇരുന്ന ഒരാളാണ്. അത്തരം സിനിമകൾ അവിടെ വരുമ്പോൾ സെൻസറിങ്ങിന് ഇരിക്കുന്നവർ ഭയങ്കരമായിട്ട് അതിനെ എതിർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം സിനിമകൾ കാലം മാറിയെന്ന് മാത്രമല്ല, ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് എന്താണോ ഓഡിയൻസിന് വേണ്ടത്, ആ ഓഡിയൻസ് ഈ തരത്തിലുള്ള വയലൻസ് കാണാൻ ഓഡിയൻസ് ഉണ്ട്. അപ്പൊ ആ ഓഡിയൻസിന് വേണ്ടി സിനിമകൾ നിർമ്മിക്കപ്പെടുന്നു. സിനിമകൾ എന്ന് മാത്രമല്ല പലതും. അപ്പം അങ്ങനെ ഒരു ഓഡിയൻസ് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നോക്കൂ, പണ്ടൊക്കെ ഈ മയക്കുമരുന്ന് അവൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയും, അവൻ ആടി കുഴഞ്ഞ് നടന്നു വരും, അല്ലെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്ന സീനുകളൊക്കെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നോട്ട് ചുരുട്ടിക്കൂട്ടി അത് മൂക്കിൽ കൂടി വലിച്ചു കയറ്റുന്നു. അത് പിന്നെ മറ്റേ ATM കാർഡ് പോലെ ഒരു കാർഡ് വെച്ച്, ഇതൊക്കെ ഒരു സന്ദേശം കൊടുക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയല്ല. ആ ഒരു പ്രവണത നമ്മൾ മാറ്റിയേ പറ്റൂ. നോക്കൂ, സമൂഹത്തിൽ കലയിൽ കൂടി ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൊരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. നാടകങ്ങളിൽ കൂടിയും സിനിമയിൽ കൂടിയും. അപ്പൊ നമുക്ക് സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ കാണിക്കണം. നമ്മൾ 90% ആളുകളും ഇത് കണ്ടു പഠിക്കുന്നു എന്നല്ല, ഒരു 10% പോട്ടെ, ഒരാളെ ആ സിനിമ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ മാറ്റി നിർത്തപ്പെടേണ്ട സിനിമ തന്നെയാണ്. അത്തരം സിനിമകൾ വരാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പം നമ്മുടെ സംവിധായകൻ കമലുമായി സംസാരിച്ചു ശ്രീമതി ഭാഗ്യലക്ഷ്മി. അപ്പം അദ്ദേഹം പറയും സിനിമകളെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് ശരിയാണ്. കാരണം എഴുത്തുകൾ, പുസ്തകങ്ങൾ, നമ്മൾ അല്ലാതെ കാണുന്ന, ഇപ്പം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന റീലുകളെ പലതരത്തിലും നമ്മുടെ മുന്നിലേക്ക് ഈ തരത്തിലുള്ള വയലൻസുകൾ എത്തുന്നു. അപ്പം സിനിമയെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല. ഇപ്പം പലരും, ഇപ്പം നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന ഹീറോയിൻ ഉണ്ടാകും. അപ്പം അവർ ഇതൊക്കെ വളരെ കൂളായി, ഇതാണ് ഇന്നത്തെ ട്രെൻഡ് എന്നൊക്കെ രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ യുവതലമുറ അതിലേക്ക് ആകർഷിക്കപ്പെടില്ല. അതിൽ നമുക്കൊരു കൂട്ടായ ഉത്തരവാദിത്തമില്ലേ? ആ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ മെനഞ്ഞാന്ന് ഒരു നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. ഇത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. സമൂഹത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മളും അതിന്റെ ഒരു ഭാഗമാകുകയാണ്. പൂർണ്ണ ഉത്തരവാദിത്വം സിനിമയ്ക്കാണെന്ന് പറയുന്നില്ല ഞാൻ. പക്ഷേ സിനിമയും അതിന് ഉത്തരവാദികളാണ്. അത് ആ സത്യത്തെ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല.
എല്ലാ രീതിയിലും നമുക്ക് സമൂഹത്തിനോടൊരു ഒരു ഒരു ബാധ്യത, ഒരു പ്രതിബദ്ധത ഉണ്ട്. അത് നമ്മൾ കാണിക്കണം. അപ്പൊ ഞാൻ ആ നിർമ്മാതാവിനോട് പറയുന്നത്, നമ്മൾ തീർച്ചയായിട്ടും ഒരു ഒപ്പുശേഖരണം നടത്തി നമ്മൾ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ, കാരണം സിനിമ സെൻസർ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് വഴിയാണല്ലോ, അത് സെൻസർ ചെയ്യപ്പെടുമ്പോൾ തന്നെ നമ്മൾ ചുമ്മാ ഹെൽമെറ്റ് വയ്ക്കുന്നതിന് നമ്മൾ പറയുന്നു, ഹെൽമറ്റ് വെച്ച് പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടമാണ്, സിഗരറ്റ് വലിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്, മദ്യപിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഇഞ്ചിഞ്ചായിട്ട് വെട്ടി കൊന്ന് കടിച്ചു പറിച്ച് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് ആ ഈ ഇടയ്ക്കിറങ്ങിയ ഒരു സിനിമയിൽ. ഇതൊക്കെ എന്താണിത്? ഇതാണോ ഹീറോയിസം? ഇതാണോ കല? എനിക്ക് മനസ്സിലാവുന്നില്ല.